ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2-3 ദിവസമായില്ലേ വീഡിയോ ചെയ്തിട്ട്. ഞാൻ ഇന്നലെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നൊരു വീഡിയോ ചെയ്യാതെ വിചാരിച്ചു. ഇന്നൊരു സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനല്ല നമ്മൾ വന്നിട്ടുള്ളത്, ഒരുപാട് ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ റീസെൻ്റ് ആയിട്ട് നമ്മൾ രേണുസുധിയുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ആണ്, 4th സ്റ്റേജിലാണ് എത്തിയിട്ടുണ്ടായിരിക്കുന്നത്. അപ്പം ആളുടെ ബ്രസ്റ്റിൽ തന്നെ ഇത് ആളുടെ ത്വക്കിലേക്കും ലങ്സിലേക്കും ഹാർട്ടിലേക്കും ഒക്കെ ഇത് വ്യാപിച്ചിട്ടുണ്ട്. ഒരു വേഴ്സ്റ്റ് കണ്ടീഷനിലൂടെയാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ഇന്റർവ്യൂ കണ്ട ശേഷം ആളുടെ ചാനൽ കൂടിയും ആള് ഇത് റിവീൽ ചെയ്യുന്നുണ്ട്. ആൾക്ക് ക്യാൻസർ ആണെന്നുള്ളത് ആൾ റിവീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിന്റെ കമന്റ് ബോക്സ് പോയിട്ടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടാണെന്ന് മനസ്സിലാക്കുന്ന ഒരു കമന്റ് ബോക്സ് തന്നെയായിരുന്നു. ഇത്രയും കാലം ആളെ വിമർശിച്ചിട്ടും കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് എന്നും പ്രാർത്ഥനയിൽ കൂടെ ഉണ്ടാകും. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഈ ഒരു ക്യാൻസറിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് കമന്റ് അതിൽ കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം തോന്നി. ശരിക്കും ഇങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലെ. നിപ്പയെയും കൊറോണയെയും വെള്ളപ്പൊക്കത്തെയും അതുപോലെ മുണ്ടക്കയും അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നേരിട്ടിട്ടില്ലേ. അതുപോലെ ഈ ഒരു രേണുസുധിയുടെ കാര്യത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആ ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ സമയത്ത് ആസ് എ പേഷ്യൻറ്റ് ആ ആള് അപ്പം അനുഭവിച്ചിട്ടുണ്ടാകുന്ന ഒരു മനസ്സിന്റെ ഒരു സുഖമുണ്ട്. ഇത്രയും കാലം കുത്തി പറഞ്ഞവരും കുറ്റം പറഞ്ഞവരും തന്നെ ചേർത്ത് നിർത്താൻ തൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ആ വ്യക്തിക്ക് അതൊരു ശക്തി തന്നെയായിരിക്കും. അപ്പം ആ ഒരു കമന്റ് ബോക്സ് കണ്ടപ്പം ഒരുപാട് സന്തോഷം തോന്നി. ഞാനും രേണുസുധി ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. ആള് സബ്സ്ക്രിപ്ഷനൊക്കെ നടത്തിയിരുന്ന സമയത്ത് എന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത്, ഒരു കലാകാരന്റെ ഭാര്യയല്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആളുടെ ആ ഒരു സാഹചര്യത്തിൽ ചെയ്തതാണ്. ആൾക്ക് ഫണ്ട് വേണോടോ ചികിത്സിക്കാൻ, പൈസ ആരും കൊണ്ട് കൊടുക്കില്ലല്ലോ. അപ്പൊ ആ ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ആള് ചെയ്തതെന്നുള്ള ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുന്ന സമയത്ത് ആളോട് ഭയങ്കര ഒരു സ്നേഹവും ഒരു സഹതാപമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. കാരണം സഹതാപം എന്തിനാ തോന്നിയെന്ന് വെച്ചാൽ, റിതപ്പന്റെ കാര്യം പറഞ്ഞ ആള് കരയുന്ന ഒരു സമയത്ത് അത്രയും ചെറിയൊരു കുട്ടി ഒരു പ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ടു. അപ്പം അമ്മയും ഇങ്ങനെയെന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടിയെ പറ്റി ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നി. അപ്പം എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പം എൻ്റെ ഒരു വീഡിയോ ആളുടെ വീഡിയോ കാണുന്ന അത്ര ആൾക്കാരൊന്നും കാണില്ല. എന്നാലും കാണുന്നവരൊക്കെ മാക്സിമം ആളുടെ ചാനലിൽ കയറി ഒന്ന് ആ വീഡിയോസൊക്കെ കണ്ടൊക്കെ നോക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നജില ഷാനിൻ്റെ ലൈവ് വീഡിയോ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരുപാട് പ്രമുഖ യൂട്യൂബേഴ്സ് അല്ലേ നമ്മൾ ഈ ഒരു യൂട്യൂബിലുണ്ട്. അപ്പം ആരെങ്കിലും ഒരാളെങ്കിലും ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് ഒരു ഉത്തരം തരണം. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പല ഏജ് കാറ്റഗറിയിലുള്ള പലരും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലേ. കുട്ടികളും മുതിർന്നവരും യുവാക്കളും യുവതികളും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വായി തോന്നിയ തെറികളൊക്കെ വിളിച്ച് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ചാനൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകേടല്ലേ. എന്തൊക്കെ തെറികളാണ് ആ ഒരു വ്യക്തി ആ ഒരു ചാനലിലൂടെ വിളിച്ച് പറയുന്നത്. കേട്ടാൽ അറയ്ക്കുന്ന തെറികളാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഫാമിലി ആയിട്ട് ഇരുന്ന് കാണുന്ന ഒരു ചാനൽ ബൈ ചാൻസ് ബൈ മിസ്റ്റേക്ക്, അല്ലാണ്ട് ആരും പേഴ്സ്പെസ്ഫുള്ളി ആ ഒരു ചാനൽ പോയി കാണുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു ചാനലല്ല ആ വ്യക്തിയുടെ ചാനൽ. ഒരു ബൈ മിസ്റ്റേക്ക് ആ ഒരു ചാനൽ തുറന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ തെറി വിളികൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തിരിക്കുന്ന കുട്ടികൾ ഇതല്ലേ കേൾക്കുന്നത്. ആ വ്യക്തിയുടെ ഇപ്പത്തെ നിലവിലുള്ള ഭാര്യയിലുള്ള 2 മക്കളെ എടുത്തിരുന്നിട്ടാണ് ഈ തെറികളൊക്കെ വിളിക്കുന്നത്. ഇതിനെതിരെ നമുക്ക് ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ലേ? എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഓരോരുത്തരോടും ചോദിക്കുന്നത്. നമുക്ക് ഒറ്റക്കെട്ടായി നിന്നൂടെ? റിപ്പോർട്ട് അടിച്ചിട്ടൊന്നും പോകൂലേ ഈ ചാനല്? എന്താണ് അവർ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് അവർ ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? നിങ്ങൾ ഓരോരുത്തരൊന്ന് പറഞ്ഞുകൊണ്ടാട്ടോ. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടു. കമന്റ് ബോക്സിൽ പോയിട്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്ന ഒരുപാട് വ്യക്തികളെ കണ്ടു. എടോ, നിങ്ങൾ എന്താണ് നിങ്ങൾ ആ വ്യക്തികളിൽ കാണുന്നത്? എന്ത് സംസ്കാരമാണ് നിങ്ങൾ കാണുന്നത്? എന്താണ് നിങ്ങൾ അവരിൽ ഇൻഫ്ലുവൻസ് ആവുന്നത്? കള്ള് കുടിച്ച് തെറി വിളിക്കുന്നതാണോ? അവർ കള്ള് കുടിച്ചിട്ടുണ്ടെന്നൊരു വിഭാഗം പറയുന്നു, അവർ പറയുന്നു കള്ള് കുടിച്ചിട്ടില്ല. ഓക്കെ, വെദർ ഇറ്റ് ഈസ് അവർ കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടില്ല എന്നുള്ളതല്ല ഞാനിവിടെ ചോദിക്കുന്ന ഒരു കാര്യം. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ, അതൊരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം, പല ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ കാണുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ തെറി വിളിക്കുന്നതിന് ഒരു ലീഗൽ സൈഡ് ഇല്ലേ? നമുക്കിതിനെ ആക്ഷൻ എടുക്കാൻ പറ്റില്ലേ? നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റില്ലേ? ഒരു ആക്ഷന് മൂവ് ചെയ്യാൻ പറ്റില്ലേ? എൻ്റെ ഈ ഒരു വീഡിയോ ആരെങ്കിലും കാണുകയാണെങ്കിൽ, ഇതിനെ പറ്റിയിട്ട് അറിവുള്ള ഏതെങ്കിലും ഒരു വ്യക്തി കാണുകയാണെങ്കിൽ എന്തായാലും എനിക്ക് ഇതിനൊരു റിപ്ലൈ തരണം കേട്ടോ. കാരണം അവരുടെ ആ ഒരു ചാനലോടും ഒരു മഹാവിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയായിട്ടാണ് നമ്മുടെ കുട്ടികൾക്കിടയിലേക്ക് ഇങ്ങനത്തെ ഒരു ആൾക്കാർ വരുമ്പം അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു മതത്തെ വിറ്റ് ജീവിക്കുക. നിങ്ങളത് മനസ്സിലാക്കണം.
പലരെയും വിഡ്ഢികളാക്കാണ്, കള്ളം പറഞ്ഞ് വിഡ്ഢികളാക്കാണ്. നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കൂ കേട്ടോ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു കാര്യമാണ് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പം റീസെൻ്റായിട്ട് നമ്മൾക്ക് ഒരുപാട് തൊപ്പി ഗ്യാങ്ങിൻ്റെ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, മയക്കുമരുന്നിൻ്റെതൊക്കെ. അപ്പം നമ്മൾ ഒരു ന്യൂ ജനറേഷനോട് എനിക്ക് പറയാനുള്ളത്, ലൈഫാണ്. നമുക്കൊരു 18 വയസ്സൊക്കെ ആവുന്ന സമയത്തിൽ നമുക്ക് ഭയങ്കര ചോരത്തിളപ്പായിരിക്കും. നമുക്ക് ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ എന്താണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനത്തതിലേക്കൊന്നും പോകരുത്, നമ്മുടെ ലൈഫേ പോയി കിട്ടും. പിന്നെ നമുക്ക് അതിൽ നിന്ന് കയറി വരാൻ പറ്റില്ല. പണം നമുക്ക് വേണം, ആർഭാട ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനെല്ലാം കാട്ടി മുകളിലായിട്ട് നമുക്കുള്ളൊന്നുണ്ട്, ആത്മാഭിമാനം. അത് പോയിക്കാണെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പം ഈ തൊപ്പി ഗ്യാങ്ങിൻ്റെ ഒരു അവസ്ഥ തന്നെ നോക്കി നോക്ക് നിങ്ങൾ. മാനം വിറ്റ പോലായില്ലേ. ഇപ്പം അവർ പല വഴിക്ക് ഓടി. പക്ഷേ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ലൈഫാണ്. നമ്മുടെ ലൈഫിലേക്ക് ഒരു മയക്ക് മരുന്ന്, അതുപോലെ മദ്യം, അങ്ങനത്തെ ഒന്നിനെയും നമ്മൾ കടന്നു വരാൻ അനുവദിക്കാതിരിക്കുക. പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു പ്ലാറ്റ്ഫോം, അതായത് ഒരു ഇൻഫ്ലുവൻസർ ആകുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫെയിം ആവുക എന്നുള്ളത് പലരുടെയും ഒരു ആഗ്രഹമാണ് അല്ലേ. അങ്ങനത്തെ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയും ബലിയാടാക്കരുത്. റീസെൻ്റ്ലി ഞാൻ ഫസ്മിന സാക്കിറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഓട്ടോ ഡ്രൈവർ മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആളുടെ ആ ഒരു ഫാമിലി ആൾ റൺ ചെയ്യുന്നത് ഈ ഒരു ഓട്ടോ ഓടിയിട്ടാണ്. അപ്പോൾ ആളുടെ ആ ഒരു വീഡിയോ വന്നതിൻ്റെ ശേഷം ആളെ ഓട്ടോ പോലും ആരും പിടിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി. നമ്മൾ ഇതിന് മുൻപ് ഒരു ഷിംജിതയുടെ കേസ് കണ്ടിട്ടില്ലായിരുന്നു, ഒരു ബസ്സിൽ വെച്ചിട്ട് ഒരാൾ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഷിംജിത ചെയ്തത്. എന്നിട്ട് എന്താ ഉണ്ടായത്, ആ ഒരു വ്യക്തിക്ക് ആളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ ഒരു സാഹചര്യത്തിലേക്കാണ് ഫസ്മിന സാക്കിർ ആ ഒരു ഓട്ടോ ഡ്രൈവറെ കൊണ്ടുവെത്തിയിട്ടുണ്ടായിരുന്നത്. ആളുടെ ഒരു ഇന്റർവ്യൂ റീസെന്റ് നടന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് ആ ഇന്റർവ്യൂ നടത്തിയ ആളോട് എനിക്ക് ഒരുപാട് സ്നേഹവും നന്ദിയാണ് പറയാനുള്ളത്. നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് അവര് സഹായിച്ചിട്ടുണ്ട്. ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് ആളുടെ നാട്ടുകാരായാലും അദ്ദേഹത്തിന്റെ ഓട്ടോയിൽ സ്കൂളിൽ പോകുമ്പം ആ ഒരു ഓട്ടോയിൽ ട്രാവൽ ചെയ്തിരുന്ന ആൾക്കാരായാലും പറഞ്ഞത് ആ ഒരു വ്യക്തി ഇതുവരെ മദ്യം ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ ഫെയിമിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ എന്ത് ചെയ്യാണ്ടിരിക്കുക, കരുവാക്കാണ്ടിരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ ബൈ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.